പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കേച്ചേരിയിലുള്ള പെരുമണ്ണ് ചിറയിലാണ്. കേച്ചേരിയിൽ ഓൾറെഡി 2 ചിറയാണുള്ളത്. ഒന്ന് പാറന്നൂർ ചിറ, പിന്നെ ഒന്ന് പെരുമണ്ണ് ചിറ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പാറന്നൂർ ചിറയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വെള്ളമില്ല, ഷട്ടർ തുറക്കാത്തൊരു ടൈമിലാണ് ആ വീഡിയോ ചെയ്തത്. ഇപ്പോൾ അവിടെ ഷട്ടറൊക്കെ തുറന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെരുമണ്ണ് ചിറയിൽ ഇപ്പം ഷട്ടറൊക്കെ തുറന്ന് വെള്ളം നല്ല ഭംഗിയിൽ ഒഴുകുന്നൊരു ടൈമാണ്. ഇവിടെ കാണിച്ചതാണ്. അത്യാവശ്യം വലിയ ഷട്ടറാട്ടോ അത്. ഇവിടെയൊക്കെ അവിടെയൊക്കെ നല്ല കുണ്ടാണ്, ആ ഏരിയയിലൊക്കെ നല്ല കുണ്ടാണ്. ഇവിടെയൊക്കെ ഇറങ്ങാട്ടോ. നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഏരിയയിലൊക്കെ ഇറങ്ങിയതാണ്. അവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്തത്. നല്ല കല്ലൊക്കെ ചരലിൻ്റെ വലിയ കല്ലും ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. വെള്ളം ഇങ്ങനെ വീണ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനപ്പുറത്ത് പാടാണ്, അവിടെ ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷട്ടറിൻ്റെ ഭാഗം ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ഷട്ടറാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല രീതിക്ക് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ പുഴയെന്ന് പറയുന്നത് നമ്മുടെ പാറന്നൂർ ചിറയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. കേച്ചേരി പുഴയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഈ ഒരു വെള്ളം. ഷട്ടർ കുറച്ചേ തുറന്നിട്ടുള്ളൂ. ഷട്ടർ ഫുള്ളായിട്ട് തുറന്നിട്ടില്ല. വെള്ളം കുറവാണ്. നല്ല വലിയ കുണ്ടൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഇതിൽ കൂടിയാണ് കയറി വന്നത്. ആ സൈഡിൽ കൂടെയാണ് കയറി വന്നത്. പോലെ അധികം ആളുകളൊന്നും വന്നിരിക്കാറില്ല കേട്ടോ. കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് പാറന്നൂർ ചിറയിലാണ്. ഈവനിങ്ങിനൊക്കെ ഒരുപാട് ആളുകൾ വന്നിരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അധികം ആളുകൾ വരാറില്ല. എന്നാലും ഈ ഏരിയയിലുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമായിട്ട് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ. ഇതിനേക്കാൾ നല്ല വെള്ളം വരുമ്പം ഈ കല്ലൊന്നും കാണില്ല. ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് കുഞ്ഞിനെ എണീറ്റിട്ട് അവിടെ മുകളിലാണ് എഞ്ചിനും കാര്യങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ അവിടെയും കുറച്ചൊരു ചെറിയൊരു ഷട്ടർ പോലെ ഉണ്ട്. നമുക്കിനി അവിടെ ഒന്ന് പോയി നോക്കാം. ഇത് കയറാൻ ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷട്ടർ താഴ്ത്താൻ ഇറക്കാനുള്ള ഈ സംഭവം കണ്ടില്ലേ. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഇത് അടച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കൂടുകയാണെന്നുവെച്ചെങ്കിൽ ഇത് തുറക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ വെള്ളമില്ല, അത്ര വെള്ളമുള്ളൂ. വെള്ളം കൂടുതലാകുമ്പോൾ ഇവിടെയും നല്ല ഒഴുക്കിൽ വെള്ളം പോകും കേട്ടോ. ഈ പെരുമണ്ണ് ചിറ കേച്ചേരിയിൽ നമ്മൾ ആളൂർ റോഡ് വഴിയാണെന്നുവെച്ചെങ്കിൽ പെരുമണ്ണ് സ്റ്റോപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. പെരുമണ്ണ് ചിറയിലേക്കുള്ള വഴി പറഞ്ഞു തരും. കുറച്ച് ദൂരം വരണ്ടുള്ളൂ. ചെറിയ ഇടവഴിയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കുറച്ച് ദൂരം വരണം. പക്ഷെ നല്ല വ്യൂ ആട്ടോ. ഒരുപാട് ആളുകൾ വന്നിരിക്കാറുണ്ട്. കൂടുതലും ഇവിടെ അടുത്തുള്ള ആളുകളാണ്. പുറമേ നിന്ന ആളുകൾ അധികം അറിയില്ല സ്ഥലത്ത് വേണ്ടിയിട്ട്. പാറന്നൂർ ചിറയെ പോലെ തന്നെ അധികം പുറത്തായ ആൾക്കാർക്ക് അറിയില്ല.
ഭാഗത്തൊരു പടികൾ കാണിച്ചില്ലേ, അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ. നെല്ലുവയൽ പാടങ്ങളാട്ടത്. ഇപ്പതേ ഈ പാടത്തു കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പെരുമണ്ണി ചെറിയ കാഴ്ചയിലാണല്ലോ. ഇനി അടുത്ത് നമ്മൾ പാർന്നൂർ ചെറിയൊന്ന് കാണിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെള്ളമുള്ള സമയത്തല്ല, വെള്ളമില്ലാത്ത സമയത്ത് ഒരു വീട് കാണിച്ചത്. ഇപ്രാവശ്യം ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കാം. പിന്നെ നേരെ ഇനി അങ്ങോട്ടാട്ടോ. നമ്മൾ ഈ പാർന്നൂർ ചെറിയക്ക് എത്താനായിട്ട് മുന്നേ ഒരു ക്ഷേത്രമാണിത്. ഇത് കക്കട ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്ന് പറയും. നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ഇത് പടികളുണ്ട്, ചെറിയൽക്ക് ഇറങ്ങാനുള്ള പടികളുണ്ട്. നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ ഒക്കെ നിറഞ്ഞിക്കൂട്ടാ. ചെറിയെന്ന് വരുന്ന പാർന്നൂർ ചെറിയെന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. അവിടെയൊക്കെ നല്ല കാടാണ്, അവിടെ പാറയ്ക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇത്തിരി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പാർന്നൂർ ചെറുക്കി കിടക്കാൻ പോവാണ്. ഇവിടെ ഹനുമാൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. അവിടെയൊക്കെ വെള്ളം വന്നിട്ട് കേട്ടോ. ഈ ഷട്ടറൊന്നും തുറന്നിട്ടില്ല, ഇവിടുത്തെ ഷട്ടറൊന്നും തുറന്നിട്ടില്ല. ആ തെറ്റത്തിലുള്ള ഷട്ടറുകൾ തുറന്നേക്കണം. ഇവിടുത്തെ വെള്ളം അത്യാവശ്യത്തിലായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമാണ് കാണാൻ. നല്ല രസമാണ്. വെള്ളങ്ങളുണ്ട്,